السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على سيدنا ونبينا وحبيبنا محمد صلى الله عليه وآله وأصحابه وسلم رحمة للعالمين، وعلى آله وأصحابه أجمعين. اللهم صل وسلم وبارك على رسولك نبينا وسيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على سيدنا محمد وعلى آل وأصحاب سيدنا محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. مرحبا صلي على هستم سنا خان رسول. مرحبا صلي على هستم سنا خان رسول. صد سلامی من بجسمِ پاک بھر جانے رسول. اے سباب بیک مشتاقان بدرگاہ نبی، او سلامم دست بستہ بھیج ایمان رسول. പരിശുദ്ധ നബിയുടെ തിരുസദസ്സിലെ വസന്തമേ, പരിശുദ്ധ നബിയുടെ തിരുസദസ്സിലിരുന്നു കൊണ്ട് ലോകത്തിന്റെ മനുഷ്യത്വത്തിന്റെ സമസ്യകളുടെ കുരുക്കഴിക്കുന്ന സന്ദർഭമേ, ഉദാത്തമേ ഈ സന്ദർഭം, ഉജ്ജ്വലമേ ഈ മുഹൂർത്തം. കോഴിക്കോട്ട് കടപ്പുറത്ത് നിന്ന് സ്വപ്നനഗരിയിലേക്ക് സ്വപ്നങ്ങൾ പൂത്തു നിൽക്കുന്ന കിനാവുകളുടെ കിനാവേ, പരിശുദ്ധ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമയുടെ തിരുസദസ്സിലേക്ക് ए सवाबे बेक मुश्ताक़ान बदरगाहे नबी. മനോഹരമേ സന്ധ്യാരാഗം പൊലിയാത്തതേ സന്ധ്യ, ഇത് മനുഷ്യത്വത്തിന്റെ സന്ധ്യ. ഇത് വിലപേശുന്ന നാണയത്തൊട്ടുകൾക്ക് മധ്യേ, പണത്തിന്റെ പാച്ചിലുകൾക്ക് മധ്യേ, ഭൗതിക പ്രമത്തതയുടെ സാഗരങ്ങൾക്ക് മധ്യേ മനുഷ്യത്വത്തിന്റെ തുരുത്ത് തീർക്കുന്ന സന്ധ്യ, മനുഷ്യന്റെ ആന്തരിക സ്വച്ഛതയെ ഉണർത്തുന്ന സന്ധ്യ, അവന്റെ മൗലിക ഭാവത്തെ പുനരുജ്ജീവിപ്പിക്കുന്ന സന്ധ്യ. ഇത് ആർത്തനാദം മുഴക്കുന്ന മാനവന്റെ കണ്ണീരിനെ സാക്ഷാത്കരിക്കുന്ന സന്ധ്യ. ഇന്നിൽ തയാ റീഹസ്സബാ യൗമൻ ഇലാ അർദിൽ ഹറം. എന്നെങ്കിലും ഇളങ്കാറ്റേ, എന്നെങ്കിലും ഇളം കാറ്റേ, പുണ്യഭൂമിയിൽ എത്തിച്ചേരാൻ നിനക്കാകുമെങ്കിൽ എന്റെ സലാം നീ എത്തിച്ചേകണം. ഇന്നിൽ തയാറി ഹസ്സബാ യൗമൻ ഇലാ അർദിൽ ഹറം. ബല്ലിഗ് സലാമി റൗളതൻ ഫീഹൻ നബിയുൽ മുഹ്തറം. അഭിവന്ദ്യ തിരുമേനി മുസ്തഫ മുഹമ്മദ്
സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ അന്ത്യവിശ്രമം കൊള്ളുന്ന പരിശുദ്ധ നഗരിയുടെ പരിശുദ്ധ മരുഭൂമിയിൽ ചെന്ന് എന്നെങ്കിലും മാരുതനെ മന്ദാനിലനെ മനുഷ്യത്വത്തിന്റെ ഈ ഉത്സവപ്പറമ്പിൽ നിന്ന് മാനവിക മൂല്യങ്ങളുടെ പുനരുത്ഥാനം സംഭവിക്കുന്ന ഈ മുഹൂർത്തത്തിൽ നിന്ന് ഞങ്ങളുടെ സ്നേഹാഭിവാദ്യങ്ങൾ മനുഷ്യത്വത്തിന്റെ ഗുരുവര്യർക്ക് എത്തിച്ചേകണേ. ഞങ്ങളുടെ ആത്മാവിന്റെ അഭിവാദ്യങ്ങൾ, ഞങ്ങളുടെ ജീവന്റെ തുടിപ്പുകൾ, ഞങ്ങളുടെ ഉന്നതമായ സ്വപ്നങ്ങൾ, സങ്കല്പങ്ങൾ, കാമനകൾ, അഭിലാഷങ്ങൾ അത് സാക്ഷാത്കരിക്കപ്പെടേണ്ടതിന്റെ പ്രാർത്ഥനകളുമായിട്ട് മാരുതനെ നീ പറന്ന് ചെല്ലണേ, കടന്നു ചെല്ലണേ. മനുഷ്യന്റെ ആർത്തി കൊണ്ട് പ്രകൃതി പോലും നമ്പരപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ ആഗോളീകരണം മുതൽ ആഗോള താപനം വരെ ചുറ്റുവട്ടത്ത് ഉയർന്നു നിൽക്കുന്ന സമസ്യകളിൽ നിന്ന് മോചനം തേടുന്ന മനുഷ്യന് രക്ഷാമാർഗം കാണിച്ചു കൊടുക്കുന്നതിന് വേണ്ടി, അവന്റെ മൗലിക സത്തയെ അവന് ഓർമ്മപ്പെടുത്തി കൊടുക്കുന്നതിന് വേണ്ടി, മനുഷ്യ നീ എന്ത്, മനുഷ്യ നിന്റെ പ്രഭവമെന്ത്, മനുഷ്യ നിന്റെ ഉത്ഥാനമേത്, നിന്റെ പതനമേത്, നീ എങ്ങു നിന്ന് വന്നവൻ, നീ എങ്ങോട്ട് പോണവൻ, നിന്റെ സ്വപ്നമേത്, ലക്ഷ്യമേത് എന്ന് മനുഷ്യനെ വിളിച്ച് വിളംബരം ചെയ്യുന്നതിന്, മനുഷ്യൻ വിൽപ്പന ചരക്കല്ല അങ്ങാടിച്ചന്തയിലെ കച്ചവട കമ്പോളത്തിലെ ചരക്കല്ലെന്ന് അടിവരയിട്ട് പറയുന്നതിന്, മനുഷ്യ നീ ഉത്കൃഷ്ടൻ, നീ പ്രപഞ്ചത്തിന്റെ കേന്ദ്ര കഥാപാത്രം പോലെ, രാജകുമാരനെ പോറ്റും പോലെയല്ലയോ ഈ പ്രകൃതി മനുഷ്യപുത്രനെ പോറ്റിപ്പോന്നിട്ടുള്ളത്. രാജകുമാരനെ പോറ്റും പോലെയല്ലയോ ഈ വെയിലും ഈ പാമ്പും ഈ ഉറുമ്പും ഈ പൂക്കളും ഈ പുഴുക്കളും ഈ തരുക്കളും ഈ താരുക്കളും ഈ വാനവും ഈ ഭൂമിയും ഈ കരയും ഈ കടലും ഈ ഉദയവും ഈ അസ്തമയവും ഈ മേലാപ്പും ഈ വിരിപ്പും ഈ മുഹൂർത്തങ്ങളും ഈ കാലവും ഈ സാക്ഷിയുമെല്ലാം മനുഷ്യനെ പോറ്റിപ്പോന്നത് രാജകുമാരനെ പോറ്റും പോലെയല്ലയോ? മനുഷ്യൻ ഈ പ്രപഞ്ചത്തിന്റെ കേന്ദ്ര കഥാപാത്രം, മനുഷ്യൻ ഉത്കൃഷ്ടൻ, മനുഷ്യനുദാത്തൻ, അവന് വേണ്ടി വേലാപ്പായിട്ടൊരു നീലാകാശം. ആ മനുഷ്യൻ, ഉത്കൃഷ്ടനായ മനുഷ്യൻ, ആദമിന്റെ സന്തതി, അവനേത് മതത്തിൽ വിശ്വസിച്ചാലും കൊള്ളാം, അവനേത് നിറമുള്ളവനായി ജനിച്ചാലും കൊള്ളാം, അവനേത് സ്വപ്നത്തെ നെഞ്ചിലേറ്റിയാലും കൊള്ളാം, അവനേത് ഭാഷ മൊഴിഞ്ഞാലും കൊള്ളാം, അവനേത് ദേശത്ത് പാർത്താലും കൊള്ളാം, അവൻ ദൈവത്തിന്റെ സൃഷ്ടികൾ എന്ന നിലയിൽ സമന്മാരിൽപ്പെട്ടവനാണ്. അൽ ഖൽഖു ഇയാലുല്ലാഹ്, മുഴുവൻ സൃഷ്ടി സമൂഹവും ദൈവത്തിന്റെ കുടുംബമാണെന്ന് പരിശുദ്ധ നബി മുസ്തഫ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ ഉണർത്തിയതിന്റെ ഉന്നതമായ അവസ്ഥകളെ ഓർക്കുന്നതിന്, ഹൃദയത്തിൽ വഹിക്കുന്നതിന്, ലോകമൊരു ആഗോള സൂപ്പർ മാർക്കറ്റായി മാറ്റിത്തീർത്ത മനുഷ്യന്റെ ആർത്തിയെ, അവന്റെ ദുരയെ, ആ ദുരയുടെ ദംഷ്ട്രങ്ങളിൽ നിന്ന് മനുഷ്യ സന്തതികൾക്ക് മോചനത്തിന്റെ പാത ഒരുക്കുന്നതിന് മദീനയിലേക്കൊരു പാത, സുഹൃതങ്ങളിലേക്കൊരു പാത, നന്മയിലേക്കൊരു പാത, ആത്മാവിന്റെ സാക്ഷാത്കാരത്തിലേക്കൊരു പാത, സ്വത്വബോധത്തിന്റെ നിറവടിയേ ഈ പാത, ആത്മസാക്ഷാത്കാരത്തിന്റെ നടപടിയേ ഈ പാത. ഇത് ഔത്കൃഷ്ടത്തിലേക്കും ഔന്നത്യത്തിലേക്കും പക്ഷങ്ങൾ ഉയർത്തി പറക്കുന്ന പക്ഷിയുടെ ചെറുകടി നാദമേ ഈ പാതയിൽ മുഴങ്ങേണ്ടത്. എന്തുകൊണ്ടെന്നാൽ ലോകമെന്നൊരാഗോള സൂപ്പർ മാർക്കറ്റ് പോലെ ആഗോളവൽക്കരണമെന്ന പേര് കേൾക്കുമ്പോൾ ലോകം മുഴുവൻ ഒരുപോലെ സമത്വം കൊണ്ടുവരുന്ന വല്ല ആശയവുമാണോ എന്ന് തെറ്റിദ്ധരിച്ചവർക്ക് തെറ്റി. ഇത് ലോകത്ത് സാമ്രാജ്യത്വ ദുർമോഹികളുടെ അജണ്ട നടപ്പിലാക്കുന്നതിന് ആഗോളവൽക്കരണം. എന്തുകൊണ്ടെന്നാൽ ലോകം ഇവരുടെ കണ്ണിൽ ഒരു സൂപ്പർ മാർക്കറ്റ് മാത്രം, വലിയ ഒരു കച്ചവട ചന്ത മാത്രം. അവിടെ നിന്ന് തുടങ്ങി ഇപ്പോൾ എത്തി നിൽക്കുന്നത് ആഗോള താപനത്തിലാണ്. ഉഷ്ണം കൊണ്ട് പുറത്തിറങ്ങാൻ വയ്യ,
കുടിവെള്ളത്തിന് വേണ്ടി നെട്ടോട്ടമോടുകയാണ്. 200 കോടി മനുഷ്യർക്ക് കുടിവെള്ളം ഇപ്പോൾ തന്നെ ലഭ്യമല്ല. 10 വർഷം കഴിഞ്ഞാൽ കുടിവെള്ളം കിട്ടാത്ത ജനങ്ങളുടെ എണ്ണം 300 കോടിയിലെത്തുമെന്ന് പറയുമ്പോൾ ഭൂമിയുടെ സ്രോതസ് ഊറ്റിക്കുടിച്ചതാര്? ദൈവം പെയ്യിപ്പിച്ച മഴയിലെ വെള്ളം തകർത്തതാര്? ഏത് ദുരയാണത്? ഏത് ആർത്തിയാണത്? ഏത് ദുർമോഹമാണത്? ആ ദുർമോഹത്തെ തളച്ച് കെട്ടിക്കൊണ്ട് മാത്രമേ മനുഷ്യരാശിക്കിനി മുന്നോട്ടു പോകാൻ ഒരു വഴിയുള്ളൂ എന്ന് ഓർമ്മപ്പെടുത്താൻ ആഗോള താപനം പോലുള്ള ആഗോള താക്കീതുകളിലേക്ക് പോകാൻ ചുട്ടുപൊള്ളുന്ന ഓർമ്മപ്പെടുത്തലുകളുമായിട്ട് പ്രകൃതി നമ്മുടെ ചുറ്റുവട്ടത്ത് നിൽക്കുമ്പോൾ ചുട്ടുപൊള്ളുന്ന ഓർമ്മപ്പെടുത്തലുകൾ, സന്ധ്യയില്ല, ഉഷസ്സില്ല, എപ്പോഴും ചൂട്, വർദ്ധിച്ചു വരുന്ന ചൂട്. എന്തൊക്കെ പുതിയ പദങ്ങളാണ് ആധുനിക മനുഷ്യന് കോയിൻ ചെയ്തെടുക്കേണ്ടി വന്നിട്ടുള്ളത്. സൂര്യതാപം, സൂര്യകോപം, സൂര്യകളങ്കം, എന്തൊക്കെ പുതിയ പദങ്ങൾ. ആധുനിക മനുഷ്യന്റെ നിഘണ്ടുവിൽ സൂര്യൻ താപം ചൊരിഞ്ഞു നിൽക്കുന്ന, ജീവന് ചൂട് പ്രദാനം ചെയ്ത് നിൽക്കുന്ന പ്രകൃതിയുടെ അംശം മാത്രമല്ല, മറിച്ച് ഭൂമിയിലെ ജീവിതത്തിന് ഭീഷണിയായി തീരുന്ന താപത്തെ പ്രസരിപ്പിക്കുന്ന സൂര്യൻ എവിടെ പോയി? പ്രകൃതിയെ കീഴടക്കി എന്ന് പറഞ്ഞ മനുഷ്യന്റെ അഹങ്കാരം. സ്കൂളുകളിലെ പ്രാഥമിക ക്ലാസുകൾ തൊട്ടേ കുഞ്ഞുമക്കളെ പഠിപ്പിച്ചു പോന്നു മനുഷ്യൻ പ്രകൃതിയെ കീഴടക്കി എന്ന്. ഭർത്താവ് ഭാര്യയെ കീഴടക്കി എന്ന് പറയുമ്പോഴുള്ള ഒരു അസംബന്ധം. പ്രകൃതിയുമായി പാരസ്പര്യത്തിലേക്ക് നീങ്ങേണ്ട മനുഷ്യൻ വഴിവിട്ടുപോയ ബുദ്ധി കൊണ്ട്, വഴിവിട്ട ശാസ്ത്ര ഗവേഷണങ്ങളെ കൊണ്ട് അവൻ പ്രകൃതിയെ കീഴടക്കി എന്ന് അഹങ്കരിക്കുന്ന ചുറ്റുപാടിൽ വിശുദ്ധ ഖുർആന്റെ വാക്കുകളാണ്. ഈ പ്രപഞ്ചത്തിലെല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ട്, എല്ലാം മനുഷ്യന് വേണ്ടി. പക്ഷേ അതിലേറ്റവും പ്രധാനം ജലം. കഴിഞ്ഞ ഡിസംബർ 27-ന് ന്യൂട്രോണിലുണ്ടായ ഉഗ്രസ്ഫോടനം, 50,000 പ്രകാശവർഷങ്ങൾക്കകലെയുണ്ടായ ഉഗ്രസ്ഫോടനം, അത് കുറച്ചുകൂടി അടുത്തു വെച്ച് സംഭവിച്ചിരുന്നുവെങ്കിൽ ഭൂമി ഛിന്ന ഭിന്നമാകുമെന്ന് പറയുമ്പോൾ എങ്ങോട്ടാണ് ഭൂമി നീങ്ങുന്നത്? എങ്ങോട്ടാണ് അണ്ഡകടാഹത്തിന്റെ നീക്കം? 50,000 പ്രകാശവർഷങ്ങൾക്കകലെ നടക്കുന്ന ഒരു ഉഗ്രസ്ഫോടനം കൊണ്ട് മനുഷ്യനിത്ര ഭീതിയിലേക്ക് പോകാൻ കഴിയുമെങ്കിൽ പരസ്പരം സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ജനക്കൂട്ടങ്ങളെ ആർത്തിരമ്പി വരുന്ന സ്നേഹത്തിരമാല, പാവം കടലിന്റെ തിരമാല, ആരെയും ഇന്നോളം നോവിക്കാത്ത കടൽ, ആ തിരമാല വന്ന് കൊണ്ടുപോകുമ്പോ, മൃതദേഹങ്ങളുടെ കൂട്ടങ്ങൾ സംഭവിക്കുമ്പോ, പ്രപഞ്ചത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങളെ വിശകലനം ചെയ്യാൻ നാം വീണ്ടും സമ്മേളിക്കുകയാണ്. സ്റ്റീഫൻ ഹോക്കിങ്ങിനെ പോലുള്ള ഒരു ശാസ്ത്രജ്ഞൻ, വിശ്വപ്രശസ്തനായ ശാസ്ത്രജ്ഞൻ, തമോഗർത്തങ്ങളെ കുറിച്ച് ഏറ്റവും വലിയ ഗവേഷണങ്ങൾ ലോകത്തിന് നൽകിയ ശാസ്ത്രജ്ഞൻ. ആ ശാസ്ത്രജ്ഞൻ ഈ കഴിഞ്ഞ നൂറ്റാണ്ടിന്റെ അവസാനം കഴിഞ്ഞ് പുതുനൂറ്റാണ്ട് പിറവിയെടുത്ത ശേഷം അതുവരെ പ്രപഞ്ചത്തെക്കുറിച്ച് പറഞ്ഞ സിദ്ധാന്തങ്ങളെല്ലാം പിൻവലിച്ചു കഴിഞ്ഞു നിൽക്കുമ്പോ ബ്ലാക്ക് ഹോൾസ്, തമോഗർത്തങ്ങളെ കുറിച്ച് ഞാൻ ഇന്നോളം പറഞ്ഞത് ഞാൻ പിൻവലിക്കുന്നുവെന്ന് കാലത്തെക്കുറിച്ചും കാലത്തിന്റെ അത്ഭുതങ്ങളെക്കുറിച്ചും പ്രപഞ്ചത്തിന്റെ ചലനാത്മകമായ പ്രതിഭാസങ്ങളെക്കുറിച്ചും ആഴത്തിൽ പഠിച്ച സ്റ്റീഫൻ ഹോക്കിംഗ് പറയുമ്പോ ആഗോളതാപനം വഴി സമുദ്രം 1 ഇഞ്ച് കഴിഞ്ഞ കാലഘട്ടത്തിൽ വളർന്നുവെന്ന് ചിന്തിക്കുമ്പോ, കുഞ്ഞുങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന ഒരു പാഠമുണ്ട്, ഫോർ എവരി ആക്ഷൻ there is an equal and opposite reaction. ഓരോ പ്രവർത്തനത്തിനും തുല്യമായ സമപ്പെട്ട ഒരു പ്രതിപ്രവർത്തനമുണ്ട്. മനുഷ്യന്റെ പ്രവർത്തനങ്ങളുടെ ഫലം പ്രകൃതിയുടെ പ്രതിപ്രവർത്തനങ്ങളായിട്ട് മുന്നോട്ടിന്ന് കാണപ്പെട്ടുകൊണ്ടിരിക്കുന്ന ചുറ്റുപാടിൽ, ആ ചുറ്റുപാടിലിരുന്നു കൊണ്ട് നമുക്ക് നമ്മെ പറ്റി ചിന്തിക്കാൻ, മനുഷ്യന്റെ അസ്തിത്വത്തെക്കുറിച്ച് ആലോചിക്കാൻ, നഷ്ടപ്പെട്ടു പോയ പ്രമാണങ്ങളെ തിരിച്ചു പിടിക്കാൻ, അതിനുവേണ്ടി ഒരു ചിന്ത ഉണരേണ്ടി വന്നിരിക്കുന്നു. അതിനുവേണ്ടിയുള്ള ചിന്ത
ആഗോളതലത്തിൽ തന്നെ ഉണരുമ്പോൾ മനുഷ്യനവന്റെ ആത്മാവിനെ ജയിച്ചടക്കിക്കൊണ്ട് ലോകത്തിന് നെപ്പോളിയൻ പറഞ്ഞ പോലെ രണ്ട് ആയുധങ്ങളാണ് എന്നും ലോകത്തുണ്ടായിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട ആ രണ്ടായുധങ്ങൾ, ഒന്ന് ആത്മാവും ഒന്ന് ഖഡ്ഗവുമാണ്. എന്നാൽ വാള് തോറ്റിട്ടേ ഉള്ളൂ, ആത്മാവ് ജയിച്ചിട്ടേ ഉള്ളൂ എന്ന് നെപ്പോളിയൻ പറയുമ്പോൾ മനുഷ്യന്റെ ആത്മാവിനെ സൃഷ്ടിച്ച ദൈവത്തിലേക്ക് കൂടുതൽ ശ്രദ്ധയോടുകൂടി ഭക്തിയോടുകൂടി തിരിച്ചു ചെല്ലേണ്ടതായ ഒരു കാലഘട്ടത്തിൽ നാം എത്തി നിൽക്കുമ്പോൾ അവനെ ഓർത്തുകൊണ്ടാണ്, പ്രപഞ്ചത്തിന്റെ നാഥനെ ഓർത്തുകൊണ്ടാണ്, പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിനെ, സംരക്ഷകനെ, സംവിധായകനെ, ഭൂമുഖം നമുക്ക് പ്രദാനം ചെയ്തവൻ, അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു തന്നവൻ, മനുഷ്യത്വത്തോടെ ജീവിക്കാൻ പഠിപ്പിച്ചവനെ ദൈവം. നസീമേ സുബ്ഹ ഗുൽഷൻ മേ, നസീമേ സുബ്ഹ ഗുൽഷൻ മേ, ഏതോ ഒരു ഷസ്സിൽ സംഭവിക്കുന്ന യാഥാർത്ഥ്യം പോൽ, ഏതോ ഒരു സന്ധ്യയിലും സംഭവിക്കുന്ന യാഥാർത്ഥ്യം പോൽ, എവിടെയൊക്കെയോ മനുഷ്യൻ കരുതി വെച്ച സ്വപ്നങ്ങൾ, ആ സ്വപ്നങ്ങളുടെ എല്ലാം പിന്നിലുള്ള പ്രക്രിയ, ദൈവമൊരുക്കി വെച്ച സൃഷ്ടിപ്രക്രിയ, ആ സൃഷ്ടിപ്രക്രിയ മന്ദമാരുതനായി, പുഷ്പജോദ്യാനത്തിലെ മലരുകളായി, ഉഷസ്സായി, ഉണർവായി, സന്ധ്യയായി, പിടിതരാത്ത ആശയമായി മുന്നിൽ നിൽക്കുമ്പോൾ നസീമേ സുബ്ഹ ഗുൽഷൻ മേ ഗുലോം സേ ഖേൽതി ഹോഗി, എവിടെയോ ഒരു പൂന്തോട്ടത്തിൽ, എവിടെയോ ഒരു ഉദ്യാനത്തിൽ ഇപ്പോൾ ഏതോ ഒരു ഉഷസ്സിൽ മന്ദമാരുതൻ പൂക്കളുമായിട്ട് സല്ലപിക്കുന്നുണ്ടാകണം. കിസി കി ആഖിരി ഹിച്കി കിസി കി ദില്ലഗി ഹോഗി, എവിടെയോ ഒരു മനുഷ്യൻ തന്റെ അന്ത്യശ്വാസമയക്കുമ്പോഴും എവിടെയോ ഒരു സ്നേഹപ്പെടൽ സംഭവിക്കുകയാണ്. ഈ പ്രപഞ്ചത്തിലെ ഓരോ തെരുവിലും ഓരോ താരത്തിലും പ്രതിഫലിക്കപ്പെടുന്നത് ദൈവത്തിന്റെ ഉന്നതമായ നന്മയാണ്. ആ ഉന്നതമായ നന്മയിലേക്ക് തിരിച്ചുപോയിക്കൊണ്ടല്ലാതെ മനുഷ്യനവന്റെ നഷ്ടപ്പെട്ട പ്രമാണങ്ങളെയും മൂല്യങ്ങളെയും തിരിച്ചു പിടിക്കാൻ സാധിക്കില്ല. മസാ ആയേഗ മഹ്ശർ മേ, മസാ ആയേഗ മഹ്ശർ മേ കുച്ച് സുന്നേ സുനാനേ കി, മരിച്ചു ചെല്ലുമ്പോൾ, വിചാരണയെ നേരിടുമ്പോൾ, അല്ലാഹുവേ നിന്റെ മുമ്പാകെ നിൽക്കേണ്ടി വരുമ്പോൾ, കൊല്ലങ്ങൾക്കിടയിൽ വന്ന് ഇതുപോലൊരു സദസ്സിൽ സമ്മേളിച്ചു നിൽക്കുമ്പോൾ മദീനയുടെ കാൽപ്പാടുകളെ, മദീനയുടെ തെരുവിൽ പതിഞ്ഞു കിടക്കുന്ന കാൽപ്പാടുകൾ, സ്നേഹത്തിന്റെ സുഗന്ധമേ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ സ്നേഹത്തിന്റെ സുഗന്ധത്തെ ഓർത്തുകൊണ്ട് നിലകൊള്ളുമ്പോൾ അല്ലാഹുവേ നിന്റെ സൃഷ്ടി പ്രതിഭാസത്തെക്കുറിച്ച്, നിന്റെ മഹാത്മ്യത്തെക്കുറിച്ച്, സർവശക്തനായ ദൈവത്തിന് മുമ്പിൽ മനുഷ്യരൊക്കെ സമന്മാരാണെന്ന സാഹോദര്യത്തിന്റെ വികാരം ഓർത്തുകൊണ്ട് വീണ്ടും പ്രതിജ്ഞ പുതുക്കിക്കൊണ്ട് അവനോട് ഏറ്റുപറയേണ്ടതാണ്. മസാ ആയേഗ മഹ്ശർ മേ, മഹ്ശറയിൽ വിചാരണ നേരിടുമ്പോൾ, നിന്റെ മുമ്പാകെ നിലകൊള്ളുമ്പോൾ, കുച്ച് സുന്നേ സുനാനേ കി, പറയേണ്ട സമയമാണ്, കേൾപ്പിക്കേണ്ട സമയമാണ്, കണക്ക് കൊടുക്കേണ്ട സമയമാണ്. ആർത്തിയോട് ചവച്ചു തുപ്പിയ സ്വപ്നങ്ങളേത്, നശിപ്പിച്ച മൂല്യങ്ങളേത്, കടത്തിവെട്ടിയ ആശയങ്ങളേത്, ഭൂമിയുടെ സന്തുലിതാവസ്ഥയെ തകർക്കുന്നതിന് വേണ്ടി എങ്ങനെയാണ് നിന്റെ ദുരനീ ഉപയോഗപ്പെടുത്തിയതെന്ന് എല്ലാ കണക്കും കൊടുക്കേണ്ടി വരുമ്പോൾ സുബാൻ തോ മേരി ഹോഗി ഔർ കഹാനി ആപ്കി ഹോഗി, നാവ് എന്റേതാണെങ്കിലും കഥ നിന്റേതായിരിക്കുമല്ലോ ദൈവമേ. അല്ലാഹുവേ തമ്പുരാനെ, മസാ ജായേഗ മഹ്ശർ മേ കുച്ച് സുന്നേ സുനാനേ കി, കഥ വന്നിട്ട് നിന്റെ മുമ്പാകെ എന്റെ കണക്ക് കേൾപ്പിക്കേണ്ടി വരുമ്പോൾ, പറയേണ്ട സമയത്തും കേൾപ്പിക്കേണ്ട സമയത്തും സുബാൻ തോ മേരി ഹോഗി ഔർ കഹാനി ആപ്കി ഹോഗി, കഥ നിന്റേതായിരിക്കും, നാവ് എന്റേതാണെങ്കിലും
നസർതോ ആഖിരി നസർ ഹൈ. നോട്ടമെന്ന് പറഞ്ഞാൽ ഈ നോട്ടം ദുർബലമാണ്, അത് പരിമിതമാണ്. എന്റെ കാഴ്ച എത്ര ദുർബലമാണ്, പക്ഷേ ഈ കാഴ്ച കൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്നത് തമ്പുരാനെ നിന്റെ ദർശനമാണ്, നിന്റെ മുലാഖാത്താണ്, മഹ്ശറയിൽ വെച്ച് നിന്നെ കണ്ടുമുട്ടുന്നതിനാണ്. ഈ നോട്ടമെന്ന് പറയുന്നത് മേലോട്ട് നോക്കിയാൽ ഒരവസ്ഥ, കണ്ണ് മുകളിലോട്ട് പിടിച്ചാൽ ഒരവസ്ഥ, താഴേക്ക് പിടിച്ചാൽ വേറെ ഒരവസ്ഥ. നസറിനി ചിക്കർദീതോ ഹയാ ബൻ ഗയി. കണ്ണൊന്ന് താഴ്ത്തി പിടിച്ചപ്പോ അത് നാണമായി. നസർ ഊഞ്ചി കർദീതോ ദുആ ബൻ ഗയി. കണ്ണൊന്ന് ഉയർത്തി പിടിച്ചപ്പോ അതെന്റെ പ്രാർത്ഥനയായി. എന്റെ കണ്ണൊന്ന് താഴ്ത്തി പിടിച്ചപ്പോ നാണമായി. നസറിനി ചിക്കർദീതോ ഹയാ ബൻ ഗയി. നസർ ഊഞ്ചി കർദീതോ ദുആ ബൻ ഗയി. നസർ ഫേർ ദീതോ ഖസാ ബൻ ഗയി. കണ്ണൊന്ന് തിരിച്ചു പിടിച്ചപ്പോ അത് മരണമായി. ഒറ്റ കണ്ണിന്റെ എത്രയെത്ര പ്രവർത്തനങ്ങളാണ്. കണ്ണിന്റെ ഉടമയായ മനുഷ്യൻ അതിനെ താഴ്ത്തിപ്പിടിച്ചപ്പോൾ അത് അവന്റെ നാണമായി. കണ്ണിന്റെ ഉടമയായ മനുഷ്യൻ അതിനെ ഉയർത്തിപ്പിടിച്ചപ്പോൾ അത് അവന്റെ പ്രാർത്ഥനയായി. കണ്ണിന്റെ ഉടമയായ മനുഷ്യൻ അത് തിരിച്ചു പിടിച്ച് കിടന്നപ്പോ അതവന്റെ അന്ത്യവേളയായി. നസർതോ ആഖിരി നസർ ഹൈ മേരി നാദാൻ സിന്ദഗി ഹോഗി. ഈ പാവപ്പെട്ട ജീവിതം, ദുർബലമായ ജീവിതം അവസാനിക്കുന്നതും ഈ കണ്ണിന്റെ ഒരു താളക്രമം കൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് കൊടുങ്കാറ്റും പ്രളയവും ഭൂകമ്പവും ആപത്ത് വിതക്കുന്ന ഒരു ചുറ്റുപാടിൽ നാം ആ വ്യക്തിത്വത്തെ ഉറ്റുനോക്കുകയാണ്. റൂഹി ഫിദാ മുഹമ്മദ് മുസ്തഫ, റൂഹി ഫിദാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം. വീണ്ടും ആ വസന്തം സംഭവിക്കും. വീണ്ടും സലാത്തുകളുടെ പേമാരി മുഴങ്ങും. വീണ്ടും അത് ഇവിടെ നിന്ന് സയ്യാഹുകളായ മലായികത്ത് ചുമന്നുകൊണ്ടുപോകും. അത് റൗളയിലേക്കുള്ള സമ്മാനമാണ്. അത് ഉമ്മത്തിയുടെ ഉപഹാരമാണ്. അത് തീർത്താൽ തീരാത്ത സുഗന്ധമാണ്. അത് സലാത്തിന്റെ പ്രവാഹമാണ്. എന്റെ മേലൊരു വട്ടമാരെങ്കിലും സ്വലാത്ത് ചൊല്ലിയാൽ അവന്റെ മേൽ അല്ലാഹു 10 തവണ സ്വലാത്ത് ചൊല്ലുമെന്ന് പരിശുദ്ധ മുസ്തഫ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം. വത്തഖൂ ഫിത്നതൻ ലാ തുസീബന്നല്ലദീന ളലമൂ മിൻകും. നിങ്ങളിൽ നിന്ന് അക്രമം ചെയ്തവരെയും ചെയ്യാത്തവരെയും ഒരുപോലെ പിടികൂടുന്ന അത്യാപത്തിനെ സൂക്ഷിക്കണമെന്ന് വിശുദ്ധ ഖുർആൻ. ആപത്ത് വരുമ്പോൾ അക്രമം പ്രവർത്തിച്ചവരെ മാത്രമല്ല പിടികൂടുന്നത്, അക്രമം പ്രവർത്തിച്ചവരെയും പ്രവർത്തിക്കാത്തവരെയും ഒരുപോലെ പിടികൂടുന്ന അത്യാപത്തുകൾ മനുഷ്യനെ വലയം ചെയ്യുകയാണ്. ഭൂകമ്പം വേണമെന്നില്ല, നേരിയ ഒരു കമ്പനം മതി. നേരിയ ഒരു കമ്പനം മാത്രം. സുമാത്രാ ദ്വീപിന്റെ തൊട്ടടുത്ത് ഭൂമിയുടെ 30 മൈൽ താഴെ വെച്ച് ഒരു പാളി ഒന്ന് മെല്ലെ ഒന്ന് ഇളകിയിട്ടേ ഉള്ളൂ. വലിയ ഒരു ഭൂകമ്പമല്ല, വലിയ ഒരു ചലനമല്ല, വലിയ ഒരു കുലുക്കമല്ല. ഇദാ സുൽസിലത്തിൽ അർദു സിൽസാലഹാ. ഭൂമി അതിന്റെ കിടുകിടാ കിലുക്കം കിലുങ്ങുന്ന നേരമെന്ന് പറഞ്ഞ വലിയ കുലുക്കമൊന്നുമല്ല. ഭൂമിയുടെ ഒരു പാളി ഒന്നിളകുക മാത്രം ചെയ്തതാണ്. അപ്പോഴേക്ക് സംഭവിച്ചതെന്താണ്? ലക്ഷങ്ങളുടെ മൃതദേഹമാണ്. മാതാവിന്റെ മാറിടത്തോട് 3 ദിവസം അമ്മിഞ്ഞപ്പാലിന് വേണ്ടി മല്ലടിച്ച കുഞ്ഞ്, നിന്നെ ഓർത്തുകൊണ്ട് മദീനയിലേക്കുള്ള പാത. 3-ാമത്തെ ദിവസം രക്ഷാപ്രവർത്തകർ വരുമ്പോഴാണ് കുഞ്ഞറിയുന്നത്, ഞാൻ 3 ദിവസവും മല്ലടിച്ചത് എന്റെ മാതാവിന്റെ മാറിടത്തിലെ അമൃതകുംഭങ്ങളോടല്ല, മാതാവിന്റെ അമ്മിഞ്ഞപ്പാല് ചുരത്തുന്ന മാറിടത്തോടല്ല, മറിച്ച് 3 ദിവസം ഞാൻ മല്ലടിച്ചത് ജീർണിച്ചു തുടങ്ങി
നൽകിയ എന്റെ മാതാവിന്റെ മൃതദേഹത്തോടാണ്. തിരമാല നക്കിക്കൊണ്ടുപോയ ജീവിതമാണ്. ദുരന്തമേ ദുരന്തം, കമ്പനമേ കമ്പനം, ദുരിതമേ ദുരിതം, അത്യാഹിതമേ അത്യാഹിതം, പ്രതിസന്ധിയേ പ്രതിസന്ധി, പ്രതിബന്ധമേ പ്രതിബന്ധം. രക്ഷാമാർഗം എന്താണ് മനുഷ്യ? എല്ലാം ചവച്ചു തുപ്പിയ മനുഷ്യ, എല്ലാം ഊറ്റിയെടുത്ത മനുഷ്യ, 300 കോടി ജലക്ഷാമം കൊണ്ട് ദുരിതം അനുഭവിക്കേണ്ടി വരുമെന്ന മുന്നറിയിപ്പ് കിട്ടിയിട്ടും ഭൂഗർഭത്തിലെ ജലം ഊറ്റിയെടുത്ത് വിഷമാക്കി വിറ്റിട്ട് തിന്ന് മുടിച്ച് തടിച്ചു കൊഴുക്കുന്ന ലോക കുത്തക കമ്പനികളുടെ മുമ്പിൽ നിസ്സഹായനായ മനുഷ്യ, പാവം മനുഷ്യൻ, ദുഃഖിക്കുന്ന മനുഷ്യൻ, തപിക്കുന്ന മനുഷ്യൻ, വിലപിക്കുന്ന മനുഷ്യൻ. ഈ ലോകത്തിന് ശേഷം വേറെ ഒരു ലോകമുണ്ട്, വേറെ ഒരു ജീവിതമുണ്ട്. ഈ ലോകത്തിനൊരു അന്ത്യമുണ്ട്. സൂക്ഷിക്കണേ, നിങ്ങൾ ഉറങ്ങാൻ പോകുന്ന പോലെ മരിക്കാൻ പോകുന്നവരാണെന്ന് പുണ്യ റസൂൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം. വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തിയതാണ് മനുഷ്യന്റെ അവസ്ഥ. വഖാലൂ മാ ഹിയ ഇല്ലാ ഹയാതുനദ് ദുനിയാ നമൂതു വനഹ്യാ. وقالوا ما هي إلا حياتنا الدنيا نموت ونحيا وما يهلكنا إلا الدهر وما لهم بذلك من علم إن هم إلا يظنون. വഖാലു, ദൈവനിഷേധികളും സത്യനിഷേധികളും പറഞ്ഞിടുമല്ലോ നബിയേ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വഖാലു, അവര് പറഞ്ഞു, മാഹിയ ഇല്ലാ ഹയാതുനദ് ദുനിയാ, ജീവിതമെന്ന് പറഞ്ഞാൽ ഈ ഐഹിക ജീവിതം മാത്രമാണ്. ഇവിടെ കാണപ്പെടുന്ന ഈ ജീവിതം മാത്രമാണെന്ന് സത്യനിഷേധികൾ പറഞ്ഞു. നമൂതു വനഹ്യാ, നമ്മൾ മരിക്കുകയും ജീവിക്കുകയും ചെയ്യുന്നത് ഇവിടെ തന്നെയാണ്. വമാ യുഹ്ലികുനാ ഇല്ലദ്ദഹർ, കാലമല്ലാതെ മറ്റൊന്നും നമ്മെ തകർക്കുകയില്ല, കാലം മാത്രമേ നമ്മെ നശിപ്പിക്കുകയുള്ളൂ എന്നവർ പറഞ്ഞു. വമാ ലഹും ബിദാലിക മിൻ ഇൽമ്, അവർക്ക് അതേക്കുറിച്ചൊരു വിവരവുമില്ല. ഇൻഹും ഇല്ലാ യദുന്നൂൻ, അവർ വെറും ഊഹാപോഹം പറയുകയാണ്. പ്രാദേശിക ലോകാവസാനങ്ങൾ സംഭവിക്കാൻ തുടങ്ങുമ്പോ ഒരു സാർവലൗകികമായ അന്ത്യപ്രളയത്തെ നിഷേധിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് മനുഷ്യനെ പ്രകൃതി എത്തിച്ചിട്ടുള്ള ഒരു സാഹചര്യത്തിലാണ്, ഒരു നെരിപ്പോടിന്റെ മുകളിലാണ് നമ്മുടെ ജീവിതം. വെട്ടിപ്പിടിക്കുന്ന മനുഷ്യൻ, പ്രകൃതിയെ ചൂഷണം ചെയ്യുന്ന മനുഷ്യൻ, എന്തിലും പ്രയോജനം നോക്കിക്കൊണ്ട് പ്രയോജനമുള്ളതിനെ മാത്രം സ്വീകരിക്കുന്ന മനുഷ്യൻ, പ്രയോജനം തരാത്തത് മാതാപിതാക്കളാണെങ്കിൽ ആ മാതാപിതാക്കളെ വൃദ്ധസദനത്തിൽ കൊണ്ടുപോയി തള്ളുന്ന ആധുനിക മനുഷ്യൻ. യൂട്ടിലിറ്റേറിയാനിസത്തിന്റെ കാലഘട്ടം, പ്രയോജനാത്മകവാദത്തിന്റെ കാലഘട്ടം. പ്രയോജനാത്മകത, പ്രയോജനമുള്ളതിനെ മാത്രമേ നിലനിർത്താവൂ. അച്ഛനും അമ്മയും കാശും പണവും തരാനുള്ള ആരോഗ്യത്തോടെ ജീവിക്കുന്നുവെങ്കിൽ അവരെ വീട്ടിൽ പോറ്റിക്കോ. അതിന് കഴിയാത്ത അവശരായി അവരെ മാറിയെങ്കിൽ അവരെ പുറത്തേക്കെറിയണം, അവരുടെ ചാരുക്കസേരയും പുറത്തേക്കെറിയണമെന്ന് പഠിപ്പിക്കുന്ന സാമ്പത്തികവാദം, യൂട്ടിലിറ്റേറിയാനിസം, പ്രയോജനാത്മകവാദം. തിരമാലകൾ നക്കിക്കൊണ്ടു പോകുമ്പോഴെങ്കിലും മനുഷ്യന് അവനെ കുറിച്ച് ചിന്തിക്കാൻ സമയമായിരിക്കുന്നു. അനസേ, പുണ്യ റസൂൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിളിക്കുകയാണ് പ്രിയപ്പെട്ട സഹാബിയായ യുവാവായ അനസിനെ. അനസേ, ആളുകൾ ഇനി നഗരങ്ങളിൽ പോയി പാർക്കാൻ തുടങ്ങും. അങ്ങനെ അവർ കെട്ടിപ്പൊക്കുന്ന നഗരങ്ങളിൽ ഒരു നഗരമായിരിക്കും ബസറ നഗരം. ആ ബസറ നഗരത്തിൽ നീ പോയിട്ട് പാർക്കരുത്, നീ കടൽ തീരത്ത് പോയി പാർക്കരുത് അനസേ. നീ വിശാലമായ തുറസായ സ്ഥലങ്ങൾ തേടണം അനസേ. കുറെ കാലം കഴിയുമ്പോ നഗരങ്ങൾ ആളുകളെ കൊണ്ട് നിറയുമ്പോ ഭൂചലനങ്ങളും ഭൂമി വിഴുങ്ങലും രാസമഴയും തീരങ്ങളിൽ വർദ്ധിക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്
സല്ലല്ലാഹു അലൈഹി വാലിഹി വഅസ്ഹാബിഹി വസല്ലം. ഇത് പരിശുദ്ധ നബിയുടെ തിരുവചനം. പക്ഷേ ഓർക്കാൻ കഴിയുന്നവന് മാത്രമേ ഓർക്കാൻ കഴിയൂ. ലഖദ് ഇസ്തക്ബറൂ ഫീ അൻഫുസിഹിം വഅതൗ ഉതുവൻ കബീറാ. അവർ വലിയ ഗർവ് നടിച്ചു, അവർ സ്വയം അഹങ്കരിച്ചു, അവർ വലിയ ധിക്കാരം കാണിക്കുകയും ചെയ്തു. മനുഷ്യ മഹത്വത്തെ പിച്ചിച്ചീന്തിയെറിയുന്ന ശാസ്ത്രത്തിന്റെ പരീക്ഷണങ്ങളുടെ മുമ്പിൽ മനുഷ്യത്വത്തിന്റെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കണമെന്ന് ഉറക്കെ പറയാൻ ആധുനിക മനുഷ്യന് സമയം സമാഗതമായിരിക്കുന്നു. ഭ്രൂണനിർമ്മാണമാണ് ഇന്നത്തെ ശാസ്ത്രജ്ഞന്റെ ഇഷ്ടവിനോദം. ഭ്രൂണനിർമ്മാണം, മാതാവിന്റെ ഗർഭാശയത്തിൽ രൂപം പ്രാപിക്കുന്ന എംബ്രിയോ, ആ എംബ്രിയോവിനെ ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന പോലെ ലബോറട്ടറിയിൽ നിർമ്മിക്കുന്ന ആധുനിക ശാസ്ത്രജ്ഞൻ. അങ്ങനെ പിതൃത്വമില്ലാതെ പിറക്കുന്ന മക്കൾ, മാതാപിതാക്കളില്ലാതെ ജന്മമെടുക്കുന്ന മക്കൾ. ഭ്രൂണനിർമ്മാണത്തിനെതിരെ ലോകത്തിലെ നിയമനിർമ്മാണ സഭകൾ ജാഗ്രത പാലിക്കണമെന്ന് ഓർമ്മപ്പെടുത്താൻ, അതിനുവേണ്ടി മൂല്യങ്ങളിലേക്കൊരു തിരിച്ചുപോക്ക് സാധിക്കാൻ. മാർച്ച് 22 ലോക ജലദിനം. മദീനയിലേക്കുള്ള പാതയിൽ ഇരുന്നു കൊണ്ട് ലോകത്തെ ഇന്ന് ഏറ്റവും അലട്ടുന്ന മനുഷ്യന്റെ ദുഃഖങ്ങളെ കുറിച്ച് ആലോചിക്കുമ്പോൾ മറക്കാൻ കഴിയാത്ത ദിനം മാർച്ച് 22 ലോക ജലദിനം. ലോകത്ത് മുഴുവൻ വെള്ളത്തിന്റെ മഹാത്മ്യത്തെ കുറിച്ച് ഓർമ്മപ്പെടുത്താൻ ഒരു ദിവസം. ആ മാർച്ച് 22 ശേഷം 2015 മാർച്ച് 22 വരെയുള്ള കാലഘട്ടം ജലദശകം. വെള്ളത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് മാത്രം മനുഷ്യരാശിയെ ഓർമ്മപ്പെടുത്താൻ ഒരു 10 കൊല്ലം. ജലദശകം, ദ ഡിക്കേഡ് ഓഫ് വാട്ടർ. വെള്ളത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്താൻ, അതിനെക്കുറിച്ച് പഠനം നടത്താൻ ഒരു 10 കൊല്ലം. എന്താണ് ആ 10 കൊല്ലത്തിനിടയിൽ പരിഹരിക്കപ്പെടേണ്ടത്? 200 കോടി വരുന്ന ജനങ്ങൾക്ക് ഇപ്പോൾ തന്നെ കുടിവെള്ളമില്ല. കഴിഞ്ഞ 1.5 നൂറ്റാണ്ടിനിടയിൽ 2 ഡിഗ്രി സെൽഷ്യസ് ചൂട് ഉയർന്നിരിക്കുന്നു. ഹിമാലയത്തിലെ മഞ്ഞ് ഉരുകാൻ തുടങ്ങിയിരിക്കുന്നു. അതിന്റെ ഫലമായിട്ട് വലിയ വെള്ളപ്പൊക്കങ്ങൾ വരും കാലങ്ങളിൽ സംഭവിക്കാൻ സാധ്യത വർദ്ധിച്ചിരിക്കുന്നു. 15 മീറ്ററാണ് ഒരു വർഷത്തിൽ ഹിമാലയം ഉരുകിക്കൊണ്ടിരിക്കുന്നത്. ആഫ്രിക്കയിലെ ഇന്നോളം ഒരു ക്ഷീണവും പറ്റാതെ നിലകൊള്ളുന്ന കളിമഞ്ചാരോ പർവ്വതനിരകൾ കഴിഞ്ഞ 20 വർഷം കൊണ്ട് കളിമഞ്ചാരോവും ഉരുകാൻ തുടങ്ങിയിരിക്കുന്നു. ചൂട് വർദ്ധിക്കുകയാണ്. പുറത്തിറങ്ങാൻ വയ്യാതായി. പട്ടാപ്പകൽ ജോലി ചെയ്യുന്ന പാവങ്ങൾക്ക് പുറത്തിറങ്ങിയിട്ട് അവരുടെ ഉപജീവനത്തിന് വേണ്ടി അധ്വാനിക്കാൻ വയ്യാതായി. വീടുകളിൽ അർദ്ധരാത്രി വിശ്രമിക്കുന്ന മനുഷ്യൻ പോലും വിയർക്കുന്ന നാടായിട്ട് ഈ സുന്ദരമായ കേരളത്തെയും നാം മാറ്റി. കിളിമഞ്ചാരോ പർവ്വതത്തിലെ മഞ്ഞ് കവചം ഉരുകിത്തുടങ്ങുമ്പോൾ 10 വർഷം കഴിയുമ്പോ ലോകത്ത് സ്ഥിരമായ വരൾച്ച വരുമെന്ന് ഭീതിയോടെ നാം അറിയുമ്പോൾ, വെള്ളത്തിന്റെ ക്ഷാമം വൈദ്യുതി ഉൽപാദനത്തെ ദോഷകരമായി ബാധിക്കുമെന്ന് നാം പഠിക്കുമ്പോൾ, അപ്പോഴും ഭൂഗർഭത്തിലെ ജലം ഊറ്റിയെടുക്കുന്ന ചൂഷണം തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ, ഒരു ഭാഗത്ത് ആർത്തി, ഭോഗാസക്തി, ഭൗതിക പ്രമത്തത, ക്ഷണപ്രഭാ ചഞ്ചലമായ സുഖാലസ്യങ്ങൾ, പ്രകൃതിയോടുള്ള ചൂഷണത്തിന്റെ മനസ്ഥിതി, ദേഹപൂജയുടെ കാലഘട്ടം, ദാഹിച്ച് അലയുന്ന ദേഹിയെ അവഗണിക്കുന്ന കാലഘട്ടം, ദേഹിയെ വേണ്ട ദേഹത്തെ മതി, ദേഹത്തെ കുളിപ്പിച്ച് ദേഹത്തെ അലങ്കരിച്ച് ദേഹത്തെ മുഴുവൻ പോഷണം ചെയ്തെടുക്കുന്ന ഭോഗാസക്തിയുടെ കാലഘട്ടം, മനുഷ്യന് വയറ് മാത്രം മതി എന്ന് പഠിപ്പിക്കുന്ന ഗണിതത്തിന്റെ കാലഘട്ടം, ബുദ്ധിയും ഹൃദയവും വയറിലേക്ക് ഊർന്നിറങ്ങുന്ന കാലഘട്ടം, ആമാശയമാത്ര പ്രധാനമായ ലോകത്ത് ആശയങ്ങളുടെ പ്രാധാന്യം നഷ്ടപ്പെടുന്ന ജീവിതഘടന, കുളിമുറി അലങ്കരിക്കുന്ന കാലഘട്ടം, ഹൃദയത്തെ അലങ്കരിക്കാൻ മറന്നുപോകുന്ന കാലഘട്ടം, ചിന്താപരമായ വാമനത്വത്തിന്റെ കാലഘട്ടം, ഉയർന്ന ചിന്തയിലേക്ക് പോകാൻ കഴിയാത്ത കാലഘട്ടം,
ഇൻസ്റ്റന്റും ഇന്റർനെറ്റും അരങ്ങ് തകർക്കുന്ന കാലഘട്ടം. ആധുനിക യാന്ത്രികത നാണയത്തുട്ടിനെയും കമ്പോള സംസ്കാരത്തെയും മാത്രം സ്നേഹിച്ചപ്പോ അതുവഴി ഉണ്ടായ ആഗോളീകരണം പോലുള്ള പ്രതിഭാസങ്ങൾ വഴി ഭക്ഷണത്തിൽ വിഷം ചേർത്ത കാലഘട്ടം. വാഴ കൊലക്കുന്നതിന് മുമ്പ് വാഴ നടുമ്പോൾ മണ്ണിൽ രാസപദാർത്ഥം, പിന്നെ വാഴ തൂമ്പെടുക്കുമ്പോൾ തൂമ്പിലും രാസപദാർത്ഥം. വാഴ കൊലക്കാൻ പോകുന്നുവെന്നറിയുമ്പോൾ കൊലയുടെ നാമ്പിലും രാസം. അത് കഴിഞ്ഞ് കൊലച്ചു കഴിയുമ്പോ തട്ട പൊട്ടിച്ചിട്ട് രാസപദാർത്ഥം മരുന്ന് കെട്ടും പോലെ ഒട്ടിച്ചു ചേർക്കുന്ന കാലഘട്ടം. വാഴപ്പഴത്തിന്റെ വണ്ണം വർദ്ധിപ്പിക്കാൻ വീണ്ടും അതിലേക്ക് വിഷം ഇഞ്ചക്ട് ചെയ്ത് അടിച്ചു കയറ്റുന്ന കാലഘട്ടം. എല്ലാമായിട്ട് മനുഷ്യൻ രോഗിയായി എന്നറിഞ്ഞു കഴിഞ്ഞാൽ അവന് ചികിത്സയുടെ പേരിൽ വിഷഗുളിക കൊടുത്ത് ഒരു രോഗം മാറ്റാനായി അവന് 1000 രോഗം സമ്മാനിക്കുന്ന കാലഘട്ടം. എല്ലാം വിൽപ്പനച്ചരക്ക്. സ്നേഹവും സേവനവും കലയും കവിതയും രാഷ്ട്രവും രാഷ്ട്രീയവും എല്ലാം വിൽപ്പനച്ചരക്കായ കാലഘട്ടം. ആത്മാവും ആത്മീയതയും മാതാപിതാക്കളും എല്ലാം വിൽപ്പനച്ചരക്കായ കാലഘട്ടം. ചെറുപ്പത്തിൽ പിതാവ് മോനെ മുത്തം വെച്ചത് മോന്റെ പാദങ്ങളിലായിരിക്കാം. നമ്മളൊക്കെ പിതാവ് ഒരു പക്ഷേ നമ്മുടെ കാലിലായിരിക്കാം മുത്തം വെച്ചിട്ടുണ്ടാവുക. അർദ്ധരാത്രി വന്നിട്ട് പിതാവ് നോക്കിയിട്ടുണ്ടാകണം എന്റെ മോൻ ഉറങ്ങിയോ. തൊട്ടിലേക്ക് ഉറ്റുനോക്കിയിട്ടുണ്ടാവണം. കാലുകൾ പിതാവ് തന്റെ ചുണ്ടോട് ചേർത്ത് മാതാവും പിതാവും നമ്മെ ഉമ്മ വെച്ചിട്ടുണ്ടാവണം. ഉമ്മ വെച്ച അതേ കാലുകൊണ്ട് പിതാവിനെ ചവിട്ടുന്ന കാലഘട്ടം, മാതാവിനെ ചവിട്ടിക്കൊല്ലുന്ന കാലഘട്ടം. അവരെ നോക്കാൻ നിവൃത്തിയില്ലെന്ന് പറഞ്ഞ് അവരെ വൃദ്ധസദനങ്ങളിലേക്ക് തള്ളിയിടുന്ന കാലഘട്ടം. എന്തായിരിക്കും ഏതാനും വർഷം കഴിഞ്ഞാൽ കേരളത്തിന്റെ അവസ്ഥ? ഓരോ വില്ലേജിലും വൃദ്ധസദനം തുടങ്ങുന്നതിനെ കുറിച്ച് ആലോചിക്കേണ്ടി വരുന്ന നാടായിട്ട് കേരളം മാറുമോ എന്ന് ആശങ്കപ്പെടേണ്ടി വരുന്ന കാലഘട്ടം. വൃദ്ധസദനത്തിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചു. സ്കൂളിലേക്കും കോളേജിലേക്കും അഡ്മിഷൻ ആരംഭിച്ച പരസ്യം വായിച്ചു മടുത്ത നമ്മൾ, പുതിയ ഈ പരസ്യവും വായിക്കാൻ വിധിക്കപ്പെട്ട നമ്മൾ, അതിനിടയിൽ നാമാവശേഷമായി കൊണ്ടിരിക്കുന്ന കേരളീയ സുഹൃതങ്ങൾ, കേരളത്തിന്റെ നന്മകൾ, അതുവഴി ഉണ്ടായിത്തീരുന്ന മലയാളിയുടെ സ്വത്വപ്രതിസന്ധി, ആഗോളതാപനം, പ്രകൃതിയോട് കാഠിന്യം. സംഭവിച്ചത് മനുഷ്യന്റെ പ്രാപഞ്ചിക അനുപാതം തകർക്കപ്പെട്ടതാണ്. പ്രാപഞ്ചികമായ അനുപാതം അത് തകർക്കപ്പെട്ടിരിക്കുന്നു. മനുഷ്യനും പ്രകൃതിയും തമ്മിൽ നിലനിൽക്കേണ്ട ഒരു അനുപാതമുണ്ട്. ആ അനുപാതം തകർക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ടാണ് ആഗോള താക്കീതുകൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സമുദ്രം തീജ്വാലയായി ഉയർന്നു കത്തുമെന്ന് പറഞ്ഞ വിശുദ്ധ ഖുർആന്റെ വിളംബരങ്ങളെ ഓർക്കാൻ നിർബന്ധിതരായിത്തീരുന്ന കാലഘട്ടമാണിത്. കാരുണ്യത്തിന്റെ ലാളിത്യത്തിന്റെ പ്രതീകമേ മുസ്തഫ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സംശുദ്ധ ജീവിതത്തിലേക്ക് ഉറ്റുനോക്കാൻ നിർബന്ധിക്കപ്പെടുന്ന കാലഘട്ടമാണിത്. വിശുദ്ധ റസൂൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം അരുൾ ചെയ്തു, കാലത്തിന്റെ അവസാനം അടുത്തെത്തി കഴിഞ്ഞിരിക്കുന്നു. സൽക്കർമ്മങ്ങൾ ഇനി കുറയും, ആർത്തി അധികരിക്കും. അവിടെ അടിവരയിടണം. അവിടെ അടിവര കുറിക്കാനാണ് ഈ കൊല്ലത്തെ മദീനയിലേക്കുള്ള പാത. ഇത് പുണ്യനബിയുടെ തിരുവചനമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. കാലത്തിന്റെ അവസാനം അടുത്തെത്തി കഴിഞ്ഞിരിക്കുന്നു. സൽക്കർമ്മങ്ങൾ കുറയും, ആർത്തി അധികരിക്കും. ആഗോളീകരണം ആർത്തി, ആഗോള താപനം ആർത്തിയുടെ തിക്തഫലം. എല്ലാം ആർത്തി. കുഴപ്പം പ്രത്യക്ഷപ്പെടുമെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു. സദസ്സിന്റെ എല്ലാ ഭാഗത്തു നിന്നും ഒരു മാരുതൻ പോലെ, ഒരു ശ്വാസം പോലെ, പ്രവാചക തിരുമേനിയോടുള്ള ആദരം സലാത്ത് പോലെ, സലാത്തിന്റെ പൂക്കളെ പോലെ
ആത്മാവിന്റെ രോദനമേ സലാത്ത്, ആത്മാവിന്റെ പുളകമേ സലാത്ത്. സല്ലല്ലാഹു അലാ മുഹമ്മദ്. ഈ സലാത്ത് വളരുമ്പോഴും ഉയരുമ്പോഴുമാണ് മദീനയിലേക്കുള്ള പാതയെന്ന ഈ സദസ്സിൽ ചിന്താസൂനങ്ങൾ വിരിയുന്നത്, ആത്മാവ് സംസ്കരിക്കപ്പെടുന്നത്, ലോഭങ്ങളിൽ നിന്ന് മോചനം നേടുന്നത്, ആർത്തി പോലുള്ള ദുരപോലുള്ള മനുഷ്യത്വ വിരുദ്ധ വികാരങ്ങളിൽ നിന്ന് വിചാരങ്ങളിൽ നിന്ന് മുക്തി പ്രാപിച്ചുകൊണ്ട് ആകാശ വിശുദ്ധിയിലേക്ക് പറന്നുയരാൻ. സല്ലല്ലാഹു അലാ മുഹമ്മദ്. കുഴപ്പങ്ങൾ വർദ്ധിക്കുമെന്ന് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് പുണ്യ റസൂൽ പറഞ്ഞു, ഹറജ് വർദ്ധിക്കുമെന്ന്. സഹാബികൾ ചോദിച്ചു, എന്താണ് ഹറജ് യാ റസൂലല്ലാഹ്? സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്താണ് ഹറജ്? പുണ്യ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞു, കൊലപാതകം വർദ്ധിക്കലാണ്. ആർത്തി വർദ്ധിക്കുകയും കൊലപാതകം വർദ്ധിക്കലുമാണ്. അതുകൊണ്ട് പ്രപഞ്ചത്തിന്റെ സന്തുലിതത്വം, പ്രാപഞ്ചിക സന്തുലിതത്വത്തിന്റെ ഘടനാവിശേഷം, അതിനെ ഉയർത്തിപ്പിടിക്കാൻ, അതിനെ പരിരക്ഷിക്കുമെന്ന് ഉറപ്പുവരുത്താൻ, മനുഷ്യത്വത്തിന്റെ നിർമ്മാണത്തിനും നവീകരണത്തിനും പ്രപഞ്ചവുമായി പ്രകൃതിയുമായി പാരസ്പര്യം വേണമെന്ന് ആത്മാവിൽ ഉറപ്പിച്ചു നിർത്താൻ ഒരു പ്രതിജ്ഞ ആഗോളതലത്തിൽ മനുഷ്യരാശിക്ക് അനിവാര്യമായി തീർന്നിരിക്കുന്നു. അർ-റഹ്മാനു അല്ലമൽ ഖുർആൻ خلق الإنسان علمه البيان الشمس والقمر بحسبان النجم والشجر يسجدان والسماء رفعها ووضع الميزان അല്ലാ തത്വൗ ഫിൽ മീസാൻ. പരമകാരുണികനായ ദൈവം, കരുണാമയനായ അല്ലാഹു, ദയാപരനായ തമ്പുരാൻ ഈ ഖുർആൻ പഠിപ്പിച്ചിരിക്കുന്നു. ഖുർആന്റെ സൂക്തമാണ്. ഖലഖൽ ഇൻസാൻ, അവൻ മനുഷ്യനെ സൃഷ്ടിച്ചു. അല്ലമഹുൽ ബയാൻ, മനുഷ്യനെ ഭാഷണം പഠിപ്പിച്ചു, സംസാരശേഷി നൽകി, വചന സൗന്ദര്യം നൽകി, നാവിന്റെ പൊലിമ നൽകി, ഭാഷയുടെ വിശുദ്ധി നൽകി, ആശയപ്രകാശനത്തിന്റെ സിദ്ധിവിശേഷം നൽകി. ഖലഖൽ ഇൻസാന അല്ലമഹുൽ ബയാൻ, ഭാഷണശേഷി നൽകി. അശ്ശംസു വൽ ഖമറു ബിഹുസ്ബാൻ, സൂര്യനും ചന്ദ്രനും നിർണയിക്കപ്പെട്ട ഒരു കണക്കനുസരിച്ച് ചലിച്ചുകൊണ്ടിരിക്കുന്നു. നിർണയിക്കപ്പെട്ട ഒരു ഗണിതത്തിന് വിധേയമാണ് സൂര്യചന്ദ്രന്മാർ. അന്നജ്മു വശ്ശജറു യസ്ജുദാൻ, തരുവും താരവുമെല്ലാം അല്ലാഹുവിന് പ്രണാമമർപ്പിക്കുകയാണ്. ഈ പ്രപഞ്ചത്തിലെ സകല ഘടകങ്ങളും സർവശക്തന് പ്രണാമമർപ്പിക്കുകയാണ്. അവൻ വാനത്തെ ഉയർത്തിയിരിക്കുന്നു. അവൻ ഈ പ്രപഞ്ചത്തിൽ തുലാസിനെ സ്ഥാപിക്കുകയും ചെയ്തിരിക്കുന്നു. ബാലൻസ്, സന്തുലിതാവസ്ഥ. മീസാൻ, സന്തുലിതാവസ്ഥ. ഒരു രാവിനെ ഒരു പകൽ, ഒരു മലക്ക് ഒരു താഴ്വാരം, ഒരു കരക്ക് ഒരു കടൽ, സന്തുലിതാവസ്ഥ. ആ ബാലൻസ്, പാമ്പും ഉറുമ്പും തേനീച്ചയും പൂക്കളും പുഴുക്കളും എല്ലാം ആ സന്തുലിതാവസ്ഥയുടെ ഘടകങ്ങൾ മാത്രമാണ്. കടലിനെ പോലും ഗൗരവത്തോടെ എടുക്കേണ്ട ഒരു കാലഘട്ടത്തിൽ മനുഷ്യനെത്തിയല്ലോ. കടലമ്മ എന്നായിരുന്നു കടലിനെ മനുഷ്യൻ വിളിച്ചു പോന്നത്. സ്നേഹമുറ്റ തോഴി, ഉപജീവനത്തിന് സൗകര്യമൊരുക്കി കൊടുക്കുന്ന മാതാവ്, പാതിരാവുകളിൽ തിളങ്ങുന്ന തിരമാല കാട്ടി നമ്മെ മോഹിപ്പിക്കുന്ന സ്നേഹസ്വരൂപിണി, സാഗരമേ സ്നേഹസ്വരൂപിണി. ആ കടൽ മനുഷ്യനെ എന്നും ആകർഷിച്ചു പോന്ന കടൽ, അവന്റെ സ്വപ്നങ്ങളെ പിടിച്ചുണർത്തിപ്പോന്ന കടൽ,
അവനെ പ്രചോദിപ്പിച്ചു പോന്ന കടൽ, ദൈവത്തിന്റെ പ്രകീർത്തനത്തിന്റെ ഗാനമഴ പെയ്തുകൊണ്ട് മനുഷ്യനെ എന്നും ഉണർത്തിപ്പോന്ന അലമാലകളുടെ കടൽ. ആ കടലിന്റെ സ്ഥിതി എന്തായി? ആദിയിൽ ജലമുണ്ടായി എന്ന് പരിശുദ്ധ ഖുർആൻ. മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് എല്ലാ ജീവജാലങ്ങളും സർവശക്തൻ അല്ലാഹു വെള്ളത്തിൽ നിന്ന് സൃഷ്ടിച്ചു. കടലിനെ അവൻ അയച്ചുവിട്ടു. മദീനയിലേക്കുള്ള പാതയിൽ ഇത്തവണ കടലിന്റെ രഹസ്യങ്ങളിലൂടെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ഒരു 10 മിനിറ്റ് സാഗരത്തിന്റെ രഹസ്യങ്ങളിലൂടെ പരിശുദ്ധ പ്രവാചകന്റെ കാൽപ്പാടുകളിലേക്ക് പ്രവേശിച്ചുകൊണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം മറജൽ ബഹ്റൈനി യൽതഖിയാൻ, 2 കടലുകൾ കൂടിച്ചേരുന്നതിന് വേണ്ടി അവൻ അയച്ചു വിട്ടിരിക്കുന്നു. ബൈനഹുമാ ബർസഖുൽ ലാ യബ്ഗിയാൻ, ആ 2 കടലുകൾക്കിടയിൽ ഒരു നിരോധ പടലമുണ്ട്. ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ, ഏ മനുഷ്യവർഗമേ ജിന്നുവർഗമേ, നിങ്ങളുടെ റബ്ബിന്റെ ഏതേത് അനുഗ്രഹങ്ങളെയാണ് നിങ്ങൾ തള്ളിക്കളയുന്നത്? ഔ കളുലുമാതിൻ ഫീ ബഹ്റിൽ ലുജ്ജിയ്യിൻ യഗ്ശാഹു മൗജും മിൻ ഫൗഖിഹി മൗജ് മിൻ ഫൗഖിഹി മൗജും മിൻ ഫൗഖിഹി സഹാബ് ظلمات بعضها فوق بعض إذا أخرج يده لم يكد يراها ومن لم يجعل الله له نورا فما له من نور. ഇത്തവണ മദീനയിലേക്കുള്ള പാതയുടെ നമ്മുടെ ഈ സംഗമത്തിന്റെ സമ്മേളനത്തിന്റെ പ്രധാനപ്പെട്ട പ്രമേയത്തിലേക്ക് കടക്കണമെങ്കിൽ നമുക്ക് കടലിലൂടെ, നമുക്ക് കടലിന്റെ പൊരുളുകളിലൂടെ വേണം പ്രവേശിക്കാൻ. ആധുനിക മനുഷ്യനെ പേടിപ്പെടുത്തുന്ന സാഗരത്തിന്റെ ഗാംഭീര്യത്തിനു മുമ്പിൽ, ആധുനിക മനുഷ്യനെ പേടിപ്പെടുത്തുന്ന സാഗരത്തിന്റെ താക്കീതുകൾക്ക് മുമ്പിൽ അല്ലാഹു പറയുകയാണ്, അല്ലെങ്കിൽ കടലിലെ ഇരുട്ട് പോലെ. യഗ്ശാഹു മൗജും മിൻ ഫൗഖിഹി മൗജും മിൻ ഫൗഖിഹി സഹാബ്, അതവനെ മൂടിക്കളയുന്നു ആ ഇരുട്ട്. തിരമാലയ്ക്ക് മീതെ മേഘം, ഇരുട്ട്, പിന്നെയും ഇരുട്ട്, കൈ വെളിയിലേക്കെടുത്താൽ പോലും കാണാത്ത ഇരുട്ട്. അല്ലാഹു പ്രകാശം നൽകിയവർക്കല്ലാതെ, ദൈവിക പ്രകാശം സിദ്ധിച്ചവർക്കല്ലാതെ പ്രകാശമില്ലെന്ന് പരിശുദ്ധ ഖുർആൻ. കടലിൽ വെള്ളം സൃഷ്ടിച്ചു. സത്യം പറഞ്ഞാൽ ലോകത്ത് ഒരു കടലേ ഉള്ളൂ, അറബിക്കടൽ, പസഫിക് ഓഷ്യൻ, അറ്റ്ലാന്റിക് ഓഷ്യൻ, അന്റാർട്ടിക് ഓഷ്യൻ, ഇങ്ങനെ ഒരുപാട് കടലുകളൊന്നുമില്ല. ഒറ്റക്കടൽ, ഭൂഗോളത്തെ ചുറ്റി നിൽക്കുന്ന ഒരു കടൽ. ആ കടലിലുള്ള ഇടക്ക് കാണപ്പെടുന്ന തുരുത്തുകൾ മാത്രമാണ് കര. അതുകൊണ്ട് ഒറ്റക്കടലേ ലോകത്തുള്ളൂ. ആ കടലിന്റെ താഴെയുള്ള ഭൂമിയുടെ പാളികൾക്കിടയിൽ ടെക്ടോണിക് പ്ലേറ്റ് ബർമ പ്ലേറ്റുമായി ഉരസിയപ്പോഴാണ് ലക്ഷങ്ങളുടെ ജീവൻ കവർന്നെടുത്ത സുമാത്ര ദ്വീപിനടുത്തുള്ള കമ്പനമുണ്ടായത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അതിലൂടെ കൊണ്ടുപോയത് സുഖവാസ കേന്ദ്രങ്ങൾ. ഭൂമിശാസ്ത്രത്തെ തന്നെ അത് മാറ്റിമറിച്ചു, ഭൂമിയെ തന്നെ മാറ്റി. ചില ദ്വീപുകളുടെ ഷേപ്പ് മാറി, ഭൂമിയുടെ ഉപരിതലത്തിന്റെ സ്വഭാവം മാറി. അത്ഭുതകരമായ സംഭവങ്ങൾ ലോകത്തുണ്ടായി. കടലിലെ ഇരുട്ടിനെ കുറിച്ച് പരിശോധിക്കാം. പരിശുദ്ധ ഖുർആൻ പറയുന്നു, കടലിൽ ഇരുട്ടാണ്. കടലിന്റെ അടിയിലേക്ക് പോയാൽ ഇരുട്ടാണെന്നാണ് ഖുർആൻ പറയുന്നത്. 1500 കൊല്ലങ്ങൾക്ക് മുമ്പ് വിശുദ്ധ ഖുർആൻ ഇത് പറയുമ്പോൾ സമുദ്രത്തെ പറ്റി ഒരു ഗവേഷണവും ലോകത്ത് നടന്നിട്ടില്ല. പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കടപ്പുറത്ത് പോയി കടല് കണ്ടതായിട്ടോ മറ്റോ ചരിത്രത്തിലൊട്ട് രേഖപ്പെട്ടിട്ടുമില്ല. അതുകൊണ്ട് കടലിലെ ഇരുട്ടിനെ കുറിച്ച് ഖുർആനിക പ്രമാണം മനസ്സിൽ വെച്ചുകൊണ്ട് കടലിനെ കുറിച്ച് എഴുതപ്പെട്ട ലോകപ്രസിദ്ധമായ ഒരു പുസ്തകത്തിലെ ഉദ്ധരണിയിലേക്ക് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്.
ഓഷ്യൻസ് എന്ന പുസ്തകം. ഇതിന്റെ ഗ്രന്ഥകർത്താക്കൾ ഡാനി എൽഡർ, ജോൺ പെർനെറ്റ. ഈ രണ്ടുപേർ സഹഗ്രന്ഥകാരന്മാരായി എഴുതിയ ലോക പ്രശസ്ത മാസ്റ്റർ പീസ് പുസ്തകം. കടലിനെ കുറിച്ച് ഇന്നോളം എഴുതപ്പെട്ട ഗ്രന്ഥങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും പ്രശസ്തമായ ഗ്രന്ഥം. ആ ഗ്രന്ഥത്തിലെ ഒരു വാചകത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നു. The darkness in deep seas and oceans is found around a depth of 200 meters and below. കടലിന്റെ 200 മീറ്ററും അതിന്റെ താഴെയുമാണ് കടലിന്റെ ഇരുട്ട്. കടലിന്റെ അടിയിൽ ഇരുട്ടാണെന്ന പരിശുദ്ധ ഖുർആന്റെ പ്രഖ്യാപനം, അതിന്റെ വിളംബരം, അത് മനസ്സിൽ വെച്ചുകൊണ്ട് കടലിനെ കുറിച്ച് നടത്തപ്പെട്ട ആധുനിക കാലഘട്ടത്തിലെ ഈ പ്രധാനപ്പെട്ട ഗവേഷണ ഫലത്തിലേക്ക് നമ്മുടെ ചിന്തയെ നയിച്ചു കൊണ്ടുപോകേണ്ടത് ആവശ്യമാണ്. അറ്റ് ദിസ് ഡെപ്ത് there is almost no light. കടലിന്റെ ഈ ആഴത്തിലേക്ക് ചെന്നാൽ അവിടെ പ്രകാശമേ ഇല്ല, അവിടെ വെളിച്ചമേ ഇല്ല. Below a depth of 100 meters there is no light at all. കടലിന്റെ 100 മീറ്റർ താഴേക്ക് ചെന്നാൽ there is no light at all. അവിടെ വെളിച്ചമേ ഇല്ല, അവിടെ കൂരിരുട്ടാണ്. എന്താണ് ഇപ്പൊ അല്പസമയം മുമ്പ് നാം കേട്ട പരിശുദ്ധ ഖുർആന്റെ സൂക്തം? കടലിലെ ഇരുട്ട് പോലെ, ഔ കളുലുമാതിൻ ഫീ ബഹറിൻ. കടലിലെ ഇരുട്ട് പോലെ. ഈ കടലിൽ തന്നെ സർവശക്തൻ ഉപ്പ് വെച്ചു. എന്തിന്? പെട്ടെന്ന് അതിൽ മൃതദേഹങ്ങൾ അഴുകിപ്പോകാൻ, മാലിന്യം സംഭവിക്കാതിരിക്കാൻ, മലിനീകരണമില്ലാതിരിക്കാൻ. കോടാനുകോടി ജീവജാലങ്ങളുള്ള ഇടമാണ് കടൽ. തിമിംഗലം മുതൽ പവിഴപ്പുറ്റിൽ വന്ന് രാപ്പാർക്കുന്ന എത്രയെത്രയോ ജീവികൾ വരെ. ഈ ജീവികളെല്ലാം കൂടി ചത്തൊടുങ്ങിയാൽ കടലിലെ വെള്ളം എത്ര പെട്ടെന്ന് മലിനീകരിക്കപ്പെടും. അതുകൊണ്ട് കടലിലെ വെള്ളത്തെ മലിനീകരണത്തിൽ നിന്ന് ശുദ്ധമാക്കി നിർത്താൻ വെള്ളത്തിൽ നിന്ന് എല്ലാം സൃഷ്ടിച്ച തമ്പുരാൻ കടലിലെ വെള്ളത്തെ ഉപ്പുവെള്ളമാക്കി. അങ്ങനെ മലിനീകരണത്തിൽ നിന്ന് ദൈവം തമ്പുരാൻ സർവശക്തനായ റബ്ബ് കാത്തു സൂക്ഷിച്ചു പോന്ന കടൽ ജലവും മനുഷ്യൻ മലിനമാക്കാൻ തുടങ്ങി എന്നുള്ളതാണ് ഈ കാലഘട്ടത്തിലെ ഏറ്റവും വേദനാജനകമായ മറ്റൊരു യാഥാർത്ഥ്യം. അവന്റെ നഗരങ്ങളിൽ നിന്ന് അവൻ തള്ളുന്ന മാലിന്യങ്ങൾ, അവൻ ചവച്ചു തുപ്പിയ മാലിന്യങ്ങൾ, ആർത്തിമൂത്ത് ദുരമൂത്ത് അവൻ സൃഷ്ടിക്കുന്ന വ്യവസായവൽക്കരണത്തിന്റെ. ഒരു കാലത്ത് യൂറോപ്പിൽ നിന്ന് കേട്ട മന്ത്രം എന്താണ്? ഇൻഡസ്ട്രിയലൈസ് ഓർ പെറിഷ് എന്നാണ് പറഞ്ഞത്. വ്യവസായവൽക്കരിക്കുക അല്ലെങ്കിൽ നശിക്കുക. ഇപ്പൊ വ്യവസായവൽക്കരിച്ച് ഭൂമി നശിച്ചുകൊണ്ടേയിരിക്കുന്നു. ഓസോൺ ലെയറിന് പോലും സുഷിരങ്ങൾ വീഴ്ത്തി. സൂര്യനിൽ നിന്ന് വരുന്ന പ്രകാശരശ്മികളിലെ വിഷം നിറഞ്ഞ അംശങ്ങൾ ഭൂമിയിലേക്ക് വന്ന് ജീവജാലങ്ങൾക്ക്, മനുഷ്യർക്ക്, മിണ്ടാ പ്രാണികൾക്ക്, മൃഗങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി രോഗങ്ങളും മറ്റും നൽകി ഭൂമുഖത്തെ ജീവിതത്തെ തകർക്കുന്ന അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ, ജീവനെ രക്ഷപ്പെടുത്താൻ, പ്രാണനെ സൂക്ഷിക്കാൻ, സുരക്ഷിതമാക്കി നിലനിർത്താൻ പ്രപഞ്ചത്തിലുണ്ടായിരുന്ന പാളി, ആ നിലനിൽക്കുന്ന പാളി ഓസോൺ ലെയർ, അതിന് ദ്വാരങ്ങൾ വീഴ്ത്തിയിട്ട് ഇപ്പൊ ഐക്യരാഷ്ട്ര സംഘടന ഓസോൺ വർഷമാചരിക്കാൻ ലോക മനുഷ്യരാശിയോട് പറഞ്ഞു. പ്ലാസ്റ്റിക് സഞ്ചി ഉപയോഗിക്കുന്നത് പോലും ഓസോൺ ലെയറിന് ഹാനികരമാണെന്ന് അന്താരാഷ്ട്ര ഗവേഷകന്മാരും ശാസ്ത്രജ്ഞന്മാരും മനുഷ്യനോട് പറഞ്ഞിട്ടുള്ള കാലഘട്ടമാണ്. വ്യവസായവൽക്കരിച്ച് മനുഷ്യൻ എവിടെ എത്തി എന്നുള്ളതിന്റെ തെളിവായിട്ട് നമുക്കിത് കാണാൻ സാധിക്കുന്നു. സമിഅ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലൽ മിമ്പർ, മിമ്പറിൽ ഇരുന്നു കൊണ്ട് പറയുന്നത് ഞാൻ കേട്ടു. വഖബല യദഹു, അതവന്റെ കയ്യിൽ അവൻ പിടിക്കും. ഫജഅല യഖ്ബിലുഹാ വയബ്സിതുഹാ, അതിനെ മുറുകെ പിടിക്കും, പിന്നെ അയച്ചു വിടും അല്ലാഹുവെന്ന് പരിശുദ്ധ മുസ്തഫ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം.
എത്ര പേരാണ് ഈ സലാത്തിന്റെ സദസ്സിൽ വെച്ച് പുണ്യ നബിയുടെ പ്രകാശത്തെ കഴിഞ്ഞ വർഷങ്ങളിൽ ഹൃദയത്തിലേക്ക് ഏറ്റെടുത്തത്? എത്ര പേരാണ് അതുകൊണ്ട് ഉംറക്ക് പോയി, ഹജ്ജിന് പോയി, മക്കയിലെത്തി, മദീനയിലെത്തി, റൗളയുടെ ഓരം ചേർന്ന് നിന്നുകൊണ്ട് തെരെ ജാലിയോं के नीचे തെരെ ജാലിയോं के नीचे അങ്ങയുടെ റൗള ഷരീഫിന്റെ അഴികളുടെ ചോട്ടിലാണ് ഞാൻ പരിശുദ്ധ റസൂലേ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ്. സമിഅതു റസൂലല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂല് പറയുന്നത് ഞാൻ കേട്ടു. യഖുദുൽ ജബ്ബാറു സമാവാതിഹി വ അർദഹു. സർവശക്തനായ ദൈവം, സൃഷ്ടാവായ റബ്ബ്, പ്രപഞ്ചത്തിനൊരു സംവിധായകനുണ്ട്, പ്രപഞ്ചത്തിനൊരു തമ്പുരാനുണ്ട്, പ്രപഞ്ചത്തിന്റെ പിന്നിലൊരു സ്വദേശപരമായ സൃഷ്ടി പ്രക്രിയയുണ്ട്. ഇത് സ്വയംഭൂവല്ല, ഇത് സൃഷ്ടിക്കപ്പെട്ടതായിട്ടുള്ള പ്രപഞ്ചമാണ്. ആ പ്രപഞ്ചത്തിനൊരു ഉത്ഭവമുണ്ടെങ്കിൽ അതിനൊരു നാശവുമുണ്ട്. യഖുദുൽ ജബ്ബാറു സമാവാതിഹി വ അർദഹു ബിയദിഹി. തന്റെ കരം കൊണ്ട് ആകാശങ്ങളെയും ഭൂമിയെയും അല്ലാഹു പിടിക്കുമെന്ന് പരിശുദ്ധ റസൂൽ. ഗൗരവമേ അന്ത്യനിമിഷം, ഗൗരവമേ ഖിയാമ, ഗൗരവമേ അന്ത്യപ്രളയം, ഗൗരവമേ അന്ത്യനാൾ, ഗൗരവമേ പരീക്ഷണമേ. യഖുദുൽ ജബ്ബാറു സമാവാതിഹി വ അർദഹു. തന്റെ ഭൂമിയെയും തന്റെ ആകാശത്തെയും അല്ലാഹു കൈകൊണ്ട് പിടിക്കുമെന്ന് മുസ്തഫ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനെ ചിലപ്പോൾ അവൻ മുറുകെ പിടിക്കും, ചിലപ്പോൾ അവൻ അയച്ചു പിടിക്കും. യഖ്ബിലുഹാ വയബ്സിതുഹാ. അല്ലാഹു അങ്ങനെ അതിനെ പിടിക്കും. ഖാല വയതമായിലു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വാലിഹി വഅസ്ഹാബിഹി വസല്ലമ അൻ യമീനിഹി വഅൻ ശിമാലിഹി. മിമ്പറിൽ ഇരുന്നു കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത് പറയുമ്പോ അവിടുന്ന് വലത്തോട്ടും ഇടത്തോട്ടും ചാഞ്ഞും ചെരിഞ്ഞുമാണ് ഇത് പറഞ്ഞതെന്ന് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന സഹാബി അറിയിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വലത്തോട്ടും ഇടത്തോട്ടും ചാഞ്ഞുകൊണ്ടിരുന്നു, ചെരിഞ്ഞുകൊണ്ടിരുന്നു. ഹത്താ നളർതു ഇലൽ മിമ്പർ. ഞാൻ അങ്ങനെ മിമ്പറിലേക്ക് നോക്കിപ്പോയി. മിൻ അസ്ഫലി ശൈഇൻ മിൻഹു ഹത്താ ഇലാ അഖൂലു അസാഖതഹു വബി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ മിമ്പർ നബിയെയും കൊണ്ട് വീണു പോകുമോ എന്നെനിക്ക് ശങ്ക വന്നിട്ട് ഞാൻ മിമ്പറിലേക്ക് ഉറ്റുനോക്കി. വലത്തോട്ടും ഇടത്തോട്ടും പുണ്യ നബി ചാഞ്ഞും ചെരിഞ്ഞും ഇരുന്നു കൊണ്ട് പറയുകയാണ്. ആ ഭീകരമായിട്ടുള്ള ലോകത്തിന്റെ അന്ത്യഘട്ടം, ആ അന്ത്യഘട്ടത്തിലേക്കുള്ള സൂചന നൽകി പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം. ഏത് പരിശുദ്ധ നബിയെ ഓർക്കുന്നതിന് വേണ്ടിയാണ് ഈ മദീനയിലേക്കുള്ള പാത? വോൾട്ടയർ, ഫ്രഞ്ച് വിപ്ലവത്തിന്റെ വിപ്ലവകാരിയായ ദാർശനികനായ വോൾട്ടയർ പറയുകയാണ്, മുഹമ്മദിനേക്കാൾ സല്ലല്ലാഹു അലൈഹി വസല്ലം മാനവികത്വത്തിന്റെ ലോകത്തിന് മുഹമ്മദിനേക്കാൾ മഹാനായ ഒരാളെ വേറെ ജനിപ്പിക്കാൻ കഴിയില്ലെന്ന വോൾട്ടയറിന്റെ വാക്കിന് മുമ്പിൽ സല്ലല്ലാഹു അലാ മുഹമ്മദ്. അതുമല്ലെങ്കിൽ ബർനാഡ് ഷായുടെ വാക്കുകൾക്ക് മുമ്പിൽ പാശ്ചാത്യ സാഹിത്യത്തിലെ, ആംഗ്ലേയ സാഹിത്യത്തിലെ കരുത്തുറ്റ തൂലികാകാരനായ ബർനാഡ് ഷാ പറയുകയാണ്, നിങ്ങൾക്ക് ഈ ലോകത്തെ മാറ്റിപ്പണിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒരേകാധിപതിയായി മുഹമ്മദിനെ നിങ്ങൾ ലോകത്തേക്ക് അയക്കുക സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ഡിക്റ്റേറ്ററായി മുഹമ്മദിനെ ലോകത്തേക്ക് അയക്കാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ലോകരെ ഭുവനം മുഴുവൻ ശാന്തിയുടെയും സമാധാനത്തിന്റെയും ഗേഹമായി തീരുന്നത് കാണാൻ സാധിക്കുമെന്ന് ബർനാഡ് ഷാ. ബർനാഡ് ഷായുടെ വാക്കുകൾക്ക് മുമ്പിൽ സല്ലല്ലാഹു അലാ മുഹമ്മദ്.
അതുമല്ലെങ്കിൽ ജർമ്മൻ മഹാകവി ഗഥയെ ഉദ്ധരിച്ചുകൊണ്ട് പ്രശസ്തനായ എഴുത്തുകാരൻ തോമസ് കാർലൈൽ രേഖപ്പെടുത്തിയ വാക്കുകൾ കേട്ടിട്ട് ഗഥെ ഒരിക്കൽ പ്രസ്താവിക്കുകയുണ്ടായി, ദൈവിക തൃപ്തിയിൽ തൃപ്തനായിരിക്കാനാണ് പ്രവാചകൻ പഠിപ്പിച്ചത് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഗഥെ പറയുകയാണ്, വിശ്വപ്രശസ്ത സാഹിത്യകാരൻ ജർമ്മൻ മഹാകവി ദൈവിക തൃപ്തിയിൽ തൃപ്തനായിരിക്കാനാണ് പ്രവാചകൻ പഠിപ്പിച്ചത്. അവനോടുള്ള സമ്പൂർണ്ണ സമർപ്പണത്തിലാണ് നമ്മുടെ മുഴുവൻ കരുത്തും. നമ്മുടെ ഇഹലോകത്തിനും പരലോകത്തിനും ദൈവം കരുതി വെച്ചതെന്തോ അത് അവൻ പ്രവർത്തിച്ചു കൊള്ളട്ടെ. ദൈവം മരണമോ അതിൽ പരം വിഷമകരമായ മറ്റെന്തോ അവൻ നമുക്കായി ഏകുന്നതെന്താകട്ടെ, നമുക്ക് അതാണ് ഉത്തമം. നാം നമ്മെ അവനെ ഏൽപ്പിക്കുന്നു, ദൈവത്തെ ഏൽപ്പിക്കുന്നു. ഇതൊക്കെയാണ് ഇസ്ലാമെങ്കിൽ നമ്മളും മുസ്ലിങ്ങളല്ലേ എന്ന് ജർമ്മൻ മഹാകവി ഗഥയുടെ വാക്കുകൾക്ക് മുമ്പിൽ, പരിശുദ്ധ നബിയുടെ സ്മരണയുടെ മുമ്പിൽ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ്